നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്പീച്ചാണ്. അദ്ദേഹം ഓഗസ്റ്റ് 28 1963 വാഷിങ്ടൺ DC-യിലെ ലിങ്കൺ മെമ്മോറിയൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് സ്പീച്ചസ് ഇൻ അമേരിക്കൻ ഹിസ്റ്ററി എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. സോ അത് മാർച്ചിൽ, അതായത് ഈ വാഷിങ്ടണിലോട്ടുള്ള അതായത് ജോലിക്കും ഫ്രീഡത്തിനും വേണ്ടിയുള്ളൊരു മാർച്ചിൻ്റെ ഇടയ്ക്ക് ഒരു റാലിക്കിടയിലാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. അത് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. ഇപ്പോൾ സ്പീച്ചിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ചിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ റേഷ്യൽ ഈക്വാളിറ്റി വേണമെന്നും ഈ ഡിസ്ക്രിമിനേഷനെ തടയണമെന്നും ആഫ്രിക്കൻ അമേരിക്കൻസിന് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പീച്ച് നടത്തുന്നത് അദ്ദേഹം. അപ്പോൾ അത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ ലൂഥർ കിങ് സ്പീച്ച് ഓപ്പൺ ചെയ്യുന്നത് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു റെഫറൻസോട് കൂടിയാണ് തുടങ്ങുന്നത്. അതായത് ഈ സ്ലേവ്സ് ആയിട്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ലേവ് ആയിട്ടിരുന്ന ആളുകളെ എല്ലാം ഫ്രീ ആക്കി ആ ഒരു കാര്യം വെച്ചിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എന്തുമാത്രം പ്രോഗ്രസ് ആണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്നും സൊസൈറ്റി കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആവാൻ തുടങ്ങിയെന്നും, പക്ഷേ എന്നാലും ആഫ്രിക്കൻ അമേരിക്കൻസ് സ്റ്റിൽ അവർ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവർക്കിപ്പോഴും ഡിസ്ക്രിമിനേഷനും ഇനിക്വാളിറ്റിയൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. കളറിൻ്റെ ബേസിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അധിക്ഷേപമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മാർട്ടിൻ ലൂഥർ കിങ് എംഫസൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ സ്ട്രഗിളിന് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ അത്യാവശ്യകത എന്താണെന്നാണ് പറയുന്നത്. ആൻഡ് ഹി മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസിന് ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതായത് അവർക്ക് ഫ്രീഡവും ജസ്റ്റിസും ഉടനെ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ റേസിസം, ഇനിക്വാളിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ തകർത്തെറിയണം എന്ന് ഇദ്ദേഹം പറയുവാണ്. ഫ്രീഡത്തിനും ജസ്റ്റിസിനും വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതാരുമായിട്ടും എന്ത് ചെയ്യരുത്, അതാർക്കും അടിയറവ് പറയരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ സ്പീച്ചിലെ ഏറ്റവും ഹാർട്ട് അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്ന ഡ്രീം ഓഫ് ഈക്വാളിറ്റിയാണ്. അതായത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിഷൻ ഓഫ് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എല്ലാവിധ ഡിസ്ക്രിമിനേഷനും മാറ്റി ജസ്റ്റിസും റേഷ്യലായിട്ടുള്ള ഈക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ഇതായിട്ടാണ് അദ്ദേഹം ഫ്യൂച്ചറിനെ നോക്കിക്കാണുന്നത്. ആൻഡ് ഓൾസോ സൊസൈറ്റിയിൽ ആളുകളെ കളറിൻ്റെ ബേസിലോ സ്കിന്നിൻ്റെ ബേസിലോ ഒന്നും എന്ത് ചെയ്യരുത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തപ്പെടരുത്. ആൻഡ് അവരുടെ ക്യാരക്ടറിൻ്റെ കോണ്ടന്റ് നോക്കി വേണം അവരെ എന്ത് ചെയ്യാനായിട്ട് അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ അദ്ദേഹം പറയുന്നൊരു ഡ്രീമുണ്ട്, വേറെ ആഫ്രിക്കൻ അമേരിക്കൻ ചിൽഡ്രൻ ഒരു പ്രജുഡിസോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡിസ്ക്രിമിനേഷനോ ഒന്നും ഇല്ലാത്തൊരു ലോകത്തോട്ട് വേണം ഇനി വരാൻ പോകുന്ന കുട്ടികൾ ജനിക്കാൻ. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഫ്രീഡം റിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റിലും, US-ലുള്ള എല്ലാ സ്റ്റേറ്റിലും സിറ്റിയിലും സ്വാതന്ത്ര്യം എന്ത് ചെയ്യട്ടെ മുഴങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രീഡത്തിനും ജസ്റ്റിസിനും അദ്ദേഹം വേവ്സിനെ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതെല്ലായിടത്തും അലയടിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻസിനും വൈറ്റ് പീപ്പിളിനും പീസ് ആൻഡ് ബ്രദർഹുഡിന് വേണ്ടി അവരെല്ലാവരും ഹാൻഡ്സ് ജോയിൻ ചെയ്യട്ടെ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം വിഷ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നോൺ വയലന്റ് റെസിസ്റ്റൻസിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻസ് അവരുടെ റൈറ്റ്സ് ഒക്കെ ഡിമാൻഡ് ചെയ്യണം, പക്ഷേ പീസ്ഫുൾ ആയിട്ടും റെസ്പെക്റ്റോട് കൂടിയും വിത്ത് ഡിഗ്നിറ്റിയോട് കൂടിയും മാത്രമേ അത് ചെയ്യാവൂ. അപ്പോൾ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒരു മേജർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ നോൺ വയലൻസ് ആണ്. അദ്ദേഹത്തിന്റെ മേജർ ഫിലോസഫിയും ഇത് തന്നെയാണ്. കിങ് അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷനാണ് വോട്ടിംഗ് റൈറ്റ് അവർക്കില്ല അദ്ദേഹത്തിൽ. അവർക്ക് എഡ്യൂക്കേഷനുള്ള റൈറ്റ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇല്ല. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് അവർ ശരിക്കും പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ബ്ലാക്ക് ഫാമിലീസിന് വേണ്ടിയും പെർട്ടിക്കുലർലി സൗത്തിലുള്ള ബ്ലാക്ക് ഫാമിലീസിന് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ കോൾ ടു ആക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ചിനെ പറയുന്നത്. അതായത് ഓഡിയൻസിൻ്റെ അടുത്ത് അദ്ദേഹം പറയുന്നത് ജസ്റ്റിസിനും ഈക്വാളിറ്റിക്കും വേണ്ടിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഫൈറ്റിങ്, പക്ഷേ വിത്ത് ലവ് ആൻഡ് വിത്തൗട്ട് വയലൻസ്, അതാണ് അദ്ദേഹം പറയുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ അടുത്തും വൈറ്റ്സിൻ്റെ അടുത്തും അദ്ദേഹം ഒരുപോലെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അദ്ദേഹം ക്ലോസ് ചെയ്യുന്നത് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്ലോസ് ചെയ്യുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള റേഷ്യൽ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത സൊസൈറ്റിയാണ് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്പീച്ച് നടത്തുന്നത്. അതായത് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് വേണം ആഫ്രിക്കൻ അമേരിക്കൻസിന്, എല്ലാവരും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനും പാടില്ല, സ്കിന്നിൻ്റെയോ കളറിൻ്റെയോ ബേസ് ചെയ്തിട്ട് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. എല്ലാ കുട്ടികൾക്കും കളറിൻ്റെയും റേസിൻ്റെയും ഒരു ഇതും ഇല്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് പ്ലേ ചെയ്യാനും പഠിക്കാനും ഉള്ളൊരു അവസരം ഉണ്ടായിരിക്കണം. ആൻഡ് അമേരിക്ക ഇതെല്ലാം എന്ത് ചെയ്യണം, എല്ലാ ആളുകളെയും ഈക്വലായിട്ട് വേണം കൺസിഡർ ചെയ്യാനെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹോപ്പോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു ഇത് നടത്തുന്നത്. ആൻഡ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പീച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇത്.
ആൻഡ് ഓൾസോ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഡിഫൈനിങ് മൊമെൻ്റായി മാറി ഈ സ്പീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ US ഹിസ്റ്ററിയുടെ ഒരു കീ മൊമെൻ്റാണ്. അദ്ദേഹം നോൺ വയലൻസിന് വേണ്ടിയാണ് വാദിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷമാണ് എന്താണ് സിവിൽ റൈറ്റ്സ് ആക്ട് 1964-ലും 1965-ലും വോട്ടിംഗ് റൈറ്റ്സ് ആക്റ്റും ആർക്ക് കൊണ്ടുവന്നത്? ആഫ്രിക്കൻ അമേരിക്കൻസിന് കൊണ്ടുവന്നത്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം, വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേണം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് നിർത്തുന്നത്.